ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്ക് ഞാൻ ചിക്കൻ വാങ്ങിച്ചു. ചിക്കൻ കൈമ റൈസും കൊണ്ടൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാം. അപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വെച്ചു. അതിലേക്ക് ചിക്കൻ്റെ മാഗി ക്യൂബ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ്, പിന്നെ കസ്തൂരി മേത്തിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഞാനൊന്ന് അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ലീഫ്, നാരങ്ങ, ഉണക്ക നാരങ്ങയൊക്കെ ചേർത്ത് ഞാനൊന്ന് ഇളക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചാണ് വെച്ചത്. ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി അതിലേക്ക് വെച്ച് എല്ലാം എടുത്തു വെച്ചിട്ട് ഒന്ന് അടച്ചു മൂടി കുറച്ചു നേരം വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി. ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുറച്ച് മൊരിയൊന്നും വേണ്ട, ഒന്ന് ഡ്രൈ ആയി വരണം, അത്രക്കേ ഉള്ളൂ. അങ്ങനെ അതും വെച്ച് രണ്ട് സൈഡും വേവിച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുണ്ടായ ചിക്കനും കൂടെ ഞാനൊന്ന് അതേപോലെ തന്നെ വറുത്ത് എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഞാൻ ആ ചിക്കൻ വറുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് ഇത്തിരി പഴുത്ത് പോയിട്ടോ, സവാള ഇത് അരിഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ റെഡിയായി. അങ്ങനെ എടുത്ത് ചിക്കൻ മാറ്റി ചിക്കൻ വറുത്ത ഇതിലേക്ക് കൈമ റൈസാണ് അത് ഞാനൊന്ന് ഇട്ട് വെച്ച്, എന്നിട്ട് അതിൻ്റെ പുറമേ ഞാൻ അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് വിതറിക്കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കനും കൂടെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അരി ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ പുറമേലേക്കുള്ള ഇരുന്ന് വെച്ച ചിക്കനൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ട് അരി ഒന്ന് ഇളക്കി ഒന്നുകൂടെ അടച്ച് മൂടി വെച്ച്. അപ്പോഴേക്കും മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ആ ചിക്കനും റൈസിലേക്ക് ഇട്ട് ഞാനൊന്നും കൂടെ അടച്ചൊക്കെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊരു കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുത്തേ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡിയായി. ഞാനങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് അത് പാർത്തി എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചെറിയ രീതിയിലുള്ള നമ്മുടെ ചിക്കൻ മന്തി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.